ശ്രീ അനിൽ കൂടെ നമ്മോടൊപ്പം ചെയ്തു. ശ്രീ അനിൽ, പിന്നെ ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ച അതുപോലെ തന്നെ മതം, സാമുദായികത, പിന്നെ ഈ പറഞ്ഞ സ്ത്രീ ജെൻഡർ വ്യത്യാസം, അതുപോലെ തന്നെ പ്രായപരിധി, ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് പോയി. ഈ തവണയും കഴിഞ്ഞ തവണ നോക്കിയതിൽ നിന്ന് വലിയ വ്യത്യാസമായിട്ടൊന്നും കാര്യങ്ങളില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ തന്നെ പരിശോധിച്ച് വേണം മുന്നോട്ട് പോകാൻ, അല്ലേ? നമ്മുടെ ഈ മെത്തഡോളജി കറക്റ്റായിട്ടാണുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഒരു സർവേ എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് നിലവാരത്തിൽ അല്ലെങ്കിൽ അക്കാഡമിക്കായിട്ടുള്ള അതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നടത്തുന്നൊരു സർവേക്കാണ് ആധികാരികത കൈവരുന്നത്. പലപ്പോഴും ഒരു പ്രഡിക്ഷന് വേണ്ടി നമ്മൾ ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ ഫോളോ ചെയ്യാതെ നമ്മൾ പോകുമ്പോൾ ഒരിക്കലും അതിൻ്റെ ഒരു റിസൾട്ട് ആക്യുറേറ്റ് ആയിട്ട് വരത്തില്ല. ഒരു സർവേ എന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ ആ പ്രായത്തിൻ്റെ അകത്തൊക്കെ വളരെ എവിഡൻ്റ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ വരുന്നുണ്ട്. കാര്യം ഈ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകൾ, ഏജ് ഗ്രൂപ്പിൽ ഏറ്റവും താഴെ തരത്തിലുള്ള ആളുകൾ സ്ഥാനാർത്ഥിയുടെ മികവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവരുടെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ നവമാധ്യമങ്ങളോടുള്ള അവരുടെ കൂടുതൽ ഇടപെടലുകൾ, ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു സജീവതയിൽ നിന്ന് അവർ മാറി നിൽക്കുന്ന ചില പ്രവണതകൾ, ഇതെല്ലാം അതുമായിട്ട് ചേർത്ത് വായിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മതപരമായിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എല്ലാം നമ്മൾ കണ്ടു. ഇതെല്ലാം വളരെ സയൻറ്റിഫിക്കായിട്ട് തന്നെ ഈ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഏത് മതത്തിലും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സെക്യുലർ സമൂഹത്തിൽ ജീവിക്കുന്ന പൗരന്മാരെന്ന രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് ആ രീതിയിൽ കൂടിയുള്ള മൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസിഫിക്കേഷൻസും ഈ ചർച്ചകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് വരുന്നത്. ശരി, അതാണ് അത് പറഞ്ഞത്. ഒന്നുകൂടെ വിശദീകരിച്ച് പോകുന്നതാണ് നമ്മളെ അവസാന ലാപ്പിലേക്ക് എത്തുന്നതിന് ഗുണകരമാവുക, എന്തുകൊണ്ടാണ് അങ്ങോട്ട് വന്നത്.